കരീബിയൻ മേഖലയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ നിറയുകയാണോ? അമേരിക്കയുടെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് കരീബിയൻ പ്രദേശത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. കപ്പലുടൻ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കരീബിയൻ മേഖലയിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 90 വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് USS ജെറാൾഡ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. ലഹരിക്കടത്ത് തടയുന്നതിനുള്ള US നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് വിശദീകരണം. നേരത്തെ വെനസ്വേലയുടെ തീരത്ത് B-1 ബോംബറുകൾ US പറത്തിയിരുന്നു. പരിശീലനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയും US ബോംബറുകൾ വെനസ്വേലയുടെ തീരത്തെത്തി. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പുറത്താക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനസ്വേല തീരത്ത് നിരവധി ബോട്ടുകൾ US സൈന്യം തകർത്തിരുന്നു. മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മഡുറോ US-ൽ നേരിടുന്നുണ്ട്. മഡുറോ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുടെ നേതാവാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. നിക്കോളാസ് മഡുറോ ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിനു കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് US-ൻ്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് അയക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കരീബിയയിലേക്ക് അയക്കാനുള്ള നീക്കം യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണെന്ന് മഡുറോ ആരോപിച്ചു. ഒരു പുതിയ യുദ്ധം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തനിക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് ട്രംപ് വിമർശനങ്ങളോട് പ്രതികരിച്ചിരുന്നു. സമാനമായ ആക്രമണങ്ങൾ കരയിലും നടത്തിയേക്കുമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. അതിനിടെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് US-ലേക്കുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് തടയാൻ പെട്രോ വിസമ്മതിച്ചു എന്നാരോപിച്ചാണ് US-ൻ്റെ ഈ നടപടി. മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനായ കൊളംബിയൻ പ്രസിഡന്റ് അതിൽ പരാജയപ്പെടുന്നതായി നിരന്തരം US ആരോപണം ഉയർത്തിയിരുന്നു. പെട്രോയ്ക്ക് മേൽ ഇതിനായി US സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് അസാധാരണ നടപടിയുമായി US മുന്നോട്ട് പോയത്. US നടപടിയിൽ പ്രതികരിച്ച് പെട്രോ രംഗത്ത് വന്നു. താനൊരു ദശാബ്ദമായി മയക്കുമരുന്നിനെതിരെ പോരാടുകയാണ്. മാത്രമല്ല ലഹരി ഉപയോഗം കുറയ്ക്കാൻ താൻ സഹായിച്ച സർക്കാർ തന്നെയാണ് തനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പെട്രോ കുറ്റപ്പെടുത്തി. പെട്രോ അധികാരത്തിലെത്തിയ ശേഷം കൊളംബിയയിലെ ലഹരി മരുന്ന് ഉപയോഗം ഏറ്റവും ഉയർന്നതായി US ആരോപിക്കുന്നു. ഈ ലഹരി മരുന്ന് US-ലേക്കാണ് ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന ലഹരി ഉപയോഗിച്ച് അമേരിക്കയിലെ ആളുകൾ മരണത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും നീങ്ങുന്നു. ലഹരി സംഘങ്ങളെ കൊളംബിയ വളരാൻ അനുവദിച്ചതായും US കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗുസ്താവോ പെട്രോ നിയമവിരുദ്ധ ലഹരി മരുന്ന് നേതാവാണെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് US-ൻ്റെ നിർണായക നീക്കം.